നമസ്കാരം. ഹലോ മിനിസ്റ്റർ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി.എൻ. വാസവനാണ് ഇന്ന് നമ്മുടെ അതിഥി. ജനകീയമായ ഇടപെടൽ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാവുകയും അവരുടെ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യാവുന്ന വകുപ്പുകൾ ഒന്നാണ് ഇത്. പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ വകുപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ജനകീയ വിഷയങ്ങൾ നന്നായി അറിയാവുന്ന ഒരാൾ തലപ്പത്തെത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറുക സ്വാഭാവികം. ഈ പ്രതീക്ഷകൾ ഒപ്പം ജനങ്ങൾക്കുള്ള സംശയങ്ങൾ മിനിസ്റ്റർ അടുത്ത ഒരു മണിക്കൂർ നമ്മോടൊപ്പം പങ്കുവെക്കും. ഒപ്പം അദ്ദേഹത്തിന് ജനങ്ങളോട് പറയാനുള്ള നിരവധിയായ കാര്യങ്ങളും ഉണ്ടാകും സ്വാഭാവികമായും. പ്രേക്ഷകർക്കും മന്ത്രിയെ വിളിക്കാം, നേരിട്ട് സംസാരിക്കാം. 0471661588 എന്ന നമ്പറിൽ. മിനിസ്റ്റർ, സ്വാഗതം ഈ പരിപാടിയിലേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങളിൽ ഏറെ ഇടപെട്ടിട്ടുള്ള, വർഷങ്ങളായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. സ്വാഭാവികമായും ഈ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ സഹകരണ വകുപ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ കൃത്യമായ അറിവുള്ള ഒരാൾ കൂടിയാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ജനം പ്രതീക്ഷിക്കണം? താങ്കളുടെ ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ചിട്ട് ഏത് തലത്തിൽ ജനകീയമായി ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും? ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെടുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ മേഖല. സാമ്പത്തിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് അടക്കം സഹകരണ പ്രസ്ഥാനം കടന്നുചെല്ലാത്ത ഒരു സങ്കേതവും കേരളത്തിലില്ല. പ്രൈമറി കാർഷിക വായ്പാ സംഘം മുതൽ കേരള ബാങ്ക് വരെ ബാങ്കിങ് മേഖലയിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത്, വ്യാവസായിക മേഖലയിൽ, കാർഷിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, മറ്റ് നാനാരംഗങ്ങളിലും സഹകരണ പ്രസ്ഥാനം കടന്നുചെന്ന് ഇന്ന് 15,862 സഹകരണ സംഘങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഗ്രാമാന്തരീക്ഷങ്ങളിലും സഹകരണ പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യമുണ്ട്. കാർഷിക മേഖലയും സഹകരണ മേഖലയുമായി ആഭീനാള ബന്ധമാണുള്ളത്. സഹകരണ മേഖലയെ കാർഷിക മേഖലയും, കാർഷിക മേഖലയെ സഹകരണ മേഖലയും രണ്ടും പരസ്പരം ബന്ധിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മേഖലകളാണ്. ഇതുകൂടാതെ ഗ്രാമീണാന്തരീക്ഷത്തിലെ സാധാരണ ജനജീവിതത്തിൻ്റെ അത്താണിയായി പ്രവർത്തിക്കുന്നത് സഹകരണ പ്രസ്ഥാനമാണ്. ആ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ മേഖല നിശ്ചയമായും കാലോചിതമായി ചില മാറ്റങ്ങൾ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. അത് വരുത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിലെ ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം എന്ന രൂപത്തിൽ സഹകരണ പ്രസ്ഥാനം വളർന്ന് പടർന്ന് പന്തലിക്കാൻ സഹായിക്കുന്ന സാധ്യതകളും സാഹചര്യങ്ങളും വളർത്തിയെടുത്തുകൊണ്ട് ഈ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ സഹകരണ മേഖല ഒട്ടേറെ പുരോഗതി കൈവരിക്കുകയുണ്ടായി. ആ പുരോഗതികളെല്ലാം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ പുരോഗതിയിലെത്താൻ സഹായിക്കുന്ന പുതിയ സാധ്യതകൾ, പുതിയ പദ്ധതികൾ, പുതിയ വായ്പാ രീതികൾ, അതുപോലെ കേരള ബാങ്കിൻ്റെ പ്രവർത്തനം ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഇടപെടാൻ സഹായിക്കുന്ന പുത്തൻ സമാന്തര സാമ്പത്തിക സങ്കേതം എന്ന രൂപത്തിലും പ്രവർത്തിച്ച് മുന്നോട്ട് വരും. അങ്ങനെ സഹകരണ മേഖല കൂടുതൽ കരുത്താർജിച്ച് വരാനിടവരുന്ന സാഹചര്യം സൃഷ്ടിക്കും. മിനിസ്റ്റർ, ആദ്യം നമുക്കൊരു കോളറുണ്ട്. വർഗീസ് എന്ന പ്രേക്ഷകനാണ്, തൃശ്ശൂരിൽ നിന്നുമാണ് വർഗീസ്. വർഗീസ്, കേൾക്കാമെന്ന് കരുതുന്നു. വർഗീസ്, കേൾക്കാമോ? കേൾക്കാമല്ലോ അല്ലേ? അതെ, കേൾക്കാം. മന്ത്രിയോട് ചോദിച്ചോളൂ. ഹലോ. കേൾക്കാം കേൾക്കാം. മിനിസ്റ്റർ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അതെ, ഞാൻ തൃശ്ശൂരിലാണ്. സഹകരണ മേഖലയിൽ MDS എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ട്, നടക്കുന്നുണ്ട്. മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീം. അതില് കുറി അടച്ചു വച്ചിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ മുകളിൽ ലോൺ എടുക്കാറുണ്ട്. ആ എടുക്കുന്ന ലോണിന് 12% പലിശ വാങ്ങിക്കുന്നത്. അതൊരു ഇളവ് ചെയ്ത് തരണം എന്നാണ് ഒരു പ്രയർ. രണ്ടാമത്തെ പ്രയർ എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു 50% അടച്ചു പോയവർക്ക് ഈ കൊറോണ സീസൺ ആയതുകൊണ്ട് ആകെ ആരും ജോലിക്കൊന്നും പോവാതിരിക്കുന്നവരാ, അവർക്കൊരു 50% ഒരു 25% പലിശ ഇല്ലാതെ പൈസ ഒന്ന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. ഹലോ. മിനിസ്റ്റർ മറുപടി. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച
ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ഈ വിഷയം നമ്മുടെ സഹകരണ സംഘങ്ങളിൽ മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീം എന്ന പേരിലും ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം എന്ന പേരിലും നടപ്പാക്കി വരുന്ന ചിട്ടിക്ക് സമാനമായ ഒരു പ്രവൃത്തിയാണ്. ഇക്കാര്യത്തിൽ 50% ലോൺ അനുവദിക്കുമ്പോൾ പലിശ കുറയ്ക്കണം എന്ന് അങ്ങ് സൂചിപ്പിച്ചു. ഇപ്പം നിലവിൽ സഹകരണ സ്ഥാപനങ്ങളിലെ പലിശ നിരക്ക് സംബന്ധിച്ച് ഓരോ വർഷങ്ങളിലും RBI പലിശ നിരക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പ്രത്യേകം ഈ പലിശ റേറ്റ് നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റി കൂടിയാണ് ഈ രംഗത്ത് ഓരോന്നിൻ്റെയും പലിശ നിരക്ക് തീരുമാനിക്കുക. അങ്ങ് സൂചിപ്പിച്ച ഈ കാര്യം അടുത്ത പലിശ നിരക്ക് കൂട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയോ നിരക്ക് തീരുമാനിക്കാൻ വേണ്ടി കൂടുന്ന കമ്മിറ്റിക്കകത്ത് ഞങ്ങൾ ഈ പ്രശ്നം ചർച്ച ചെയ്യാം, അതിനാവശ്യമായ തീരുമാനങ്ങളെടുക്കാം. രവീന്ദ്രൻ എന്ന പ്രേക്ഷകനുണ്ട് മിനിസ്റ്റർ, പൊൻകുന്നത്ത് നിന്നാണ് രവീന്ദ്രൻ ചേരുന്നത്. രവീന്ദ്രൻ കേൾക്കാമെന്ന് കരുതുന്നു, മിനിസ്റ്ററോട് ചോദിക്കാം. കേൾക്കാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, നമസ്കാരം. ചോദിച്ചോളൂ, നമുക്ക് സമയം കുറവ്. പൊൻകുന്നത്ത് നിന്ന് ആധാരവെട്ടുകാരനായ TP രവീന്ദ്രൻപിള്ള എന്നെയാണ് വിളിക്കുന്നത്. ആധാരങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വിദേശ മലയാളികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വസ്തു ഇടപാടുകളിലെ ആൾമാറാട്ടവും ബിനാമി ഇടപാടുകളും തടയാൻ കൊണ്ടുവന്നിട്ടുള്ള നിയമം സ്വാഗതാർഹമാണ്. വസ്തു കൈമാറ്റം നടത്തുവാൻ കുടുംബാംഗങ്ങളിൽ ആരെയെങ്കിലും ചുമതലപ്പെടുത്തി സർവമുക്തിയാറും മൂലമാണ് വിദേശ മലയാളികൾ ഈ വക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായും സർവമുക്തിയാറുകൾ കൊണ്ട് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ല. സർവമുക്തിയാർ മൂലം ചെയ്യുന്ന ആധാരങ്ങളിലും വിദേശത്തുള്ള വസ്തു ഉടമയുടെ ഫോട്ടോയും വിരൽപ്പതിപ്പും നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാരങ്ങൾ തയ്യാറാക്കി വിദേശത്ത് എത്തിച്ച് വിരൽപ്പതിപ്പ് വാങ്ങിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഈ വിരൽപ്പതിപ്പ് ഇമെയിൽ വഴി വാങ്ങിയ പ്രിന്റ് എടുത്തും ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇമെയിൽ വഴി വിരൽപ്പതിപ്പ് വാങ്ങുവാൻ ഒരു ഉത്തരവില്ല. അപ്പം വസ്തു വാങ്ങുന്ന വിദേശ മലയാളികളുടെ വിരൽപ്പതിപ്പും ഇങ്ങനെ ഈ ആധാരത്തിൽ പതിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാവുന്ന ഒരു നിർദ്ദേശം രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഉത്തരവില്ലാത്തതുകൊണ്ട് പല രജിസ്റ്റർ ഓഫീസുകളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. മറുപടി പറയാം മിനിസ്റ്റർ. ഇക്കാര്യത്തിൽ ഇത്തരമൊരു തീരുമാനമെടുത്തത് മുമ്പെല്ലാം വിദേശത്ത് താമസിക്കുന്ന ആളുകൾ ആധാരത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകളുടെ ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചോളം പവർ ഓഫ് അറ്റോർണി നൽകി ചെയ്യുകയായിരുന്നു പതിവ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഈ കാര്യത്തിൽ കുറെ കൂടി സുതാര്യമായി ആ സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടിയാണ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി വിരലടയാളം ഇമെയിൽ വഴി അയക്കാം എന്ന നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ ഈ കാര്യത്തിൽ താഴെ ഏതെങ്കിലും ഓഫീസുകൾക്ക് ഇത് സംബന്ധിച്ച് വ്യക്തത കുറവുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ ഉത്തരവുകൾ കൊടുക്കാൻ ആവശ്യം ഇടപെടൽ നടത്താം എന്ന് അങ്ങേ അറിയിക്കുകയാണ്. ശരി മിനിസ്റ്റർ. മതിലകത്ത് നിന്ന് റാഫി ചോദിക്കാം മന്ത്രിയോട്. ഹലോ, ചോദിച്ചോളൂ. സമയക്കുറവുണ്ട്, ചോദിച്ചോളൂ. ഹലോ സാറേ. ഹലോ, മതിലകത്ത് നിന്ന് റാഫിനെ വിളിക്കുന്നത്. പറഞ്ഞോളൂ. മതിലകത്ത് നിന്ന് റാഫിനെ വിളിക്കുന്നത്. സാറേ, ഈ പ്രാഥമിക സഹകരണ ബാങ്കിന് ഓവർ ഡ്രാഫ്റ്റ് അനുവദിച്ചൂടെ? OD പ്രാഥമിക ബാങ്കിൽ നിന്നല്ല അനുവദിക്കുന്നത്. മുമ്പ് സഹകരണ മേഖലയിൽ 3 ടയർ സിസ്റ്റം നിന്നപ്പോൾ പ്രാഥമിക ബാങ്കുകൾക്ക് ജില്ലാ ബാങ്കുകൾ OD എന്ന് വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കാറുണ്ടായിരുന്നു, സ്പെഷ്യൽ OD അനുവദിക്കാറുണ്ടായിരുന്നു. ഇപ്പം ജില്ലാ ബാങ്കുകളുടെ സ്ഥാനത്ത് സംസ്ഥാനത്ത് ഒരു ബാങ്കേ ഉള്ളൂ, ഇത് കേരള ബാങ്ക്. അപ്പോൾ പ്രാഥമിക ബാങ്കുകളെല്ലാം ഇപ്പോൾ കേരള ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രാഥമിക ബാങ്കുകൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ സ്പെഷ്യൽ ODക്ക് വേണ്ടി ഇപ്പോഴും അതിനുള്ള റൈറ്റ് കേരള ബാങ്കിനുണ്ട്. അത് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ പ്രാഥമിക ബാങ്കിൽ നിന്ന് നടത്തിയാൽ മതി. അവരുടെ നിലവിലുള്ള സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിച്ചായിരിക്കും സ്പെഷ്യൽ OD അനുവദിക്കുക എന്ന കാര്യം ശ്രദ്ധേയമാണ്. ശരി മിനിസ്റ്റർ. മാനന്തവാടിയിൽ നിന്നും ആതിര ചേരുന്നു. ആതിര, കേൾക്കാമല്ലോ അല്ലേ? ഹലോ, കേൾക്കാം. ചോദിച്ചോളൂ. BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ് കേട്ടോ. കേരള യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ പഠിക്കുന്ന ഹെൽത്ത് സയൻസിന്റെ.
ഹലോ, കേൾക്കുന്നുണ്ട് മിനിസ്റ്റർ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. അപ്പൊ ഞങ്ങളുടെ സീനിയേഴ്സ് ആയ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇറങ്ങേണ്ടവര്, ഹലോ കേൾക്കുന്നുണ്ടോ? മിനിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇറങ്ങേണ്ടവര് ഇപ്പൊ പോലും ഇറങ്ങിയിട്ടില്ല. അവർക്ക് ഇതുവരെ എക്സാം നടത്താൻ പറ്റിയിട്ടില്ല, ലോക്ക്ഡൌൺ ഒക്കെ കാരണം. ഇപ്പൊ വരുന്ന ബാച്ചുകാർ പിന്നെയും ലാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 2017 കയറിയ ബാച്ച് പോലും ഇപ്പൊ ഇറങ്ങിയിട്ടില്ല. ഇതിപ്പോ 2021 ആയി. ഞങ്ങളുടെ 4 ഇയർ കോഴ്സാണ്. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി ചോദിച്ച ചോദ്യം സഹകരണ വകുപ്പോ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അത് ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ വരുന്നതാണ് നിങ്ങളുടെ കോഴ്സ്. അതുകൊണ്ട് അത് അവിടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന കാര്യം മാത്രമാണ്. ശ്രദ്ധയിൽപ്പെടുത്തണം മിനിസ്റ്റർ. ഈ പറഞ്ഞവരെ ഇടപെടാൻ ചില റെക്കമെൻഡേഷനെങ്കിലും നടത്താം. അതൊരു വലിയ വിഷയമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കാരിന്റെ വരുമാന സ്രോതസ്സിന്റെ പ്രധാന കണ്ണികൾ ഒന്നാണ് ഈ സഹകരണ മേഖല. ഈ ഒരു പൈസ പോലും സർക്കാർ നൽകാത്ത ഒരു സ്ഥാപനമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. ഈ സഹകരണ മേഖലയ്ക്ക് അത്തരത്തിലുള്ള ഒരു പുത്തൻ ഉണർവ് നൽകേണ്ടതുണ്ട്. കൂടുതൽ ആളുകളെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടും ഒക്കെ ആകർഷിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി ജനകീയ, താങ്കൾ പറഞ്ഞ ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ സ്വാധീനം ചെലുത്താവുന്ന ഒരു സ്ഥലത്ത് മറ്റു ബാങ്കുകളും ഈ സ്വകാര്യ ബാങ്കുകളും ഒക്കെ ആധിപത്യം സ്ഥാപിച്ച സ്ഥലത്തേക്ക് കടന്നു കയറി ചെല്ലാനുള്ള നൂതനമായ പദ്ധതികൾ അല്ലെങ്കിൽ ജനകീയമാക്കാനുള്ള രീതിയിലുള്ള സംഗതികൾ അത് ആവിഷ്കരിക്കേണ്ടതുണ്ട്. അത്തരമൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ മനസ്സിൽ മിനിസ്റ്റർ? നിശ്ചയമായും ഇപ്പം തന്നെ കേരള ബാങ്ക് സർക്കാർ തന്നെ 400 കോടി ഇപ്പോൾ കേരള ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. കാരണം റിസർവ് ബാങ്ക് കേരള ബാങ്കിൻ്റെ അനുമതി തരുമ്പോൾ അതിൻ്റെ മൂലധന അപര്യാപ്തത ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കാൻ ആവശ്യമായി ഇത്ര സമയം കൊണ്ട് പരിഹരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അതിന് സംസ്ഥാന ഗവൺമെൻറ് 400 കോടി രൂപ കേരള ബാങ്കിന് നൽകി. കേരള ബാങ്ക് IT ഇൻ്റഗ്രേഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നടന്ന് മുന്നോട്ട് വരുന്നതിൻ്റെ ഫലമായി ആധുനിക ബാങ്കിങ് സമ്പ്രദായം എന്ന് വെച്ചാൽ ന്യൂജൻ ബാങ്കിനോട് കോമ്പീറ്റ് ചെയ്ത് മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ്, ATM, RTGS, നെഫ്റ്റ് ഇതെല്ലാം നടപ്പാക്കുക വഴി ഒരു സാധാരണക്കാരന് വീട്ടിൽ ഒരു മൊബൈൽ ഫയലുണ്ടെങ്കിൽ ബാങ്കിലെ എല്ലാ ഇടപാടുകളും നടത്താൻ കഴിയുന്ന ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തി മറ്റ് ന്യൂജൻ ബാങ്കിനോടൊപ്പം എത്താനുള്ള എല്ലാ ശ്രമങ്ങളിലേക്കും കേരള ബാങ്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിശ്ചയമായും ഇപ്പോൾ അതിന് 679 ശാഖകൾ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ കേരള ബാങ്കിൻ്റെ പ്രവർത്തനം വലിയ രൂപത്തിൽ വിപുലീകരിച്ച് മുന്നോട്ട് വരുന്നതോടെ നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്കായി കേരള ബാങ്കിന് ഉയരാൻ കഴിയും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു ഭാഗത്തുകൂടി നടക്കുമ്പോൾ തന്നെ കേരള ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുണ്ട്, PSCs അല്ലെ പ്രാദേശിക ബാങ്കുകൾ. ആ ബാങ്കുകൾ 1606 അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ അഫിലിയേറ്റ് ചെയ്ത ബാങ്കുകൾ എല്ലാം സാധാരണ ജനജീവിതത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ സഹായിക്കാൻ സാധ്യതകൾ ഏതെല്ലാം മേഖലയിലുണ്ട് എന്ന് നിങ്ങൾ പഠിച്ച് ആ രംഗത്ത് കൂടുതൽ നടപടി സ്വീകരിച്ച് കൂടുതൽ വായ്പയുടെ നിബന്ധനകൾ ലഘൂകരിച്ച് പലിശ കുറച്ച് സാധാരണക്കാർക്ക് ഏതെല്ലാം തരത്തിലത് പ്രയോജനപ്പെടുത്താവോ, കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അതിനെല്ലാമുള്ള പദ്ധതികൾ തയ്യാറാക്കി സമീപകാല ഭാവിയിൽ ഞങ്ങൾ പുതിയ നയം പ്രഖ്യാപിക്കും. ഒപ്പം ഈ മേഖലയിൽ കൃഷിക്കാരെ സഹായിക്കാൻ ആവശ്യമായി പുതിയ നെല്ല് സംസ്കരണ വിപണന സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചിലത് പ്രവർത്തനം തുടക്കാനുള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരി മിനിസ്റ്റർ, അത്തരത്തിലുള്ള ഇടപെടൽ ഗ്രാമീണ കാർഷിക മേഖലകളിൽ സഹകരണ ബാങ്കിൻ്റെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഉണ്ടാകും. നമുക്ക് രാജീവൻ എന്ന പ്രേക്ഷകനുണ്ട്, കണ്ണൂരിൽ നിന്നാണ് ചെയ്യുന്നത്. രാജീവൻ, മന്ത്രിയോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ, അത് കേൾക്കാതെ. ഞാൻ ഒരു ലോൺ എടുത്തിട്ടാണ് വീട് എടുത്തത്. ലോണാക്കിയിട്ടാണ് വീടെടുത്തത് കാർഷിക ജില്ലാ കോർപ്പറേറ്റ് ബാങ്ക്. ഹലോ സാർ. ശരി, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. അപ്പൊ ലോൺ എടുത്തിട്ട് ഇപ്പൊ 2-3 വർഷമായി വീട് എടുത്തിട്ട്, വേറെ വഴിയൊന്നുമില്ല, അങ്ങനെ വീട് ലോൺ എടുത്തിട്ട് വീട് എടുത്തതാണ്. അപ്പൊ ഞാനൊരു ആശയപ്പണിക്കാരനാണ്. എല്ലാം വീണിട്ട് ജോലിക്ക് പോകുമ്പോൾ കുറെ വിഷമിച്ച് കഴിഞ്ഞ സഹകരണ മന്ത്രിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഓംബുഡ്സ്മാനിൽ അടക്കേണ്ട ക്വാളിറ്റി കുറച്ച് തരണം എന്ന് പറഞ്ഞിരുന്നു. അന്നേരം പിന്നെ 10 വർഷത്തേക്ക് മാറ്റിയിട്ട് എനിക്ക് ഇപ്പം 15,000 രൂപ മാസത്തിൽ അടക്കണം. പിന്നെ ഇപ്പം ടെക്നിക്ക് വഴിയാണ് ഇപ്പം ഞാൻ അടക്കുന്ന ആഴ്ചക്ക്.
പ്രത്യേകിച്ച് അടക്കാൻ പറ്റുന്നില്ല. അതൊന്നും സൗകര്യം ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നല്ലത്. മിനിസ്റ്റർ മറുപടി. അതൊരു വ്യക്തിപരമായ കേസാണ്. ഏത് ബാങ്കിൽ നിന്നാണോ പണം കടത്തിയെടുത്തിരിക്കുന്നത് അവിടെ സാവകാശം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു അപേക്ഷ കൊടുക്കുക, പീനൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കി തരണമെന്നും പറയുക. അവിടെ കൊണ്ടത് ഭരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജോയിന്റ് രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുത്താൽ മതി. അദ്ദേഹം ഇടപെട്ട് ആ കാരണത്തിൽ നിങ്ങൾക്ക് സാവകാശം അനുവദിച്ചു തരും. അതുപോലെ പീനൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കും. ശരി മിനിസ്റ്റർ, നമുക്ക് ആലുവയിൽ നിന്ന് ഉണ്ണി ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ ഒരു ചോദ്യം, ഈ ബാങ്ക് അടവ് മുടങ്ങിയാൽ നമുക്കറിയാം കൊറോണ കാലമാണ്, ആളുകൾക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യമുണ്ട്. ജപ്തി നടപടികൾക്കൊക്കെ അത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ബാങ്ക് വായ്പ അടവ് മുടങ്ങിയാൽ കിടപ്പാടം പോലും ജപ്തി ചെയ്യുന്ന ഒരു സംഗതികളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്ത തോതിൽ ഈ ഗ്രാമീണ മേഖലകളെയൊക്കെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാൻ സാധിക്കുമോ മിനിസ്റ്റർ? ആ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായൊരു നിലപാട് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ 3 സെൻറ്റോ 5 സെൻറ്റോ ഭൂമിയുള്ളതും അയാളുടെ വസ്തുവും ചേർത്ത് വീടും ചേർത്ത് പണയപ്പെടുത്തി കുടിശ്ശി വന്ന് അത് ജപ്തി നടപടി സ്വീകരിച്ച് ആ പാവപ്പെട്ടവനെ നിരുപാധികം തെരുവിലേക്ക് ഇറക്കി വിട്ടുകൂടാ. മറിച്ച് അയാളുടെ വീട് ജപ്തി ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് പകരം അക്കോമഡേഷൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടായിരിക്കണം വീടുകൾ ജപ്തി ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച വ്യക്തമായ നിലപാടുകൾ എടുത്തു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് സമീപകാല ഭാവിയിൽ സഹകരണ മേഖലയിലെ നിയമപരിഷ്കാരങ്ങൾ വരുമ്പോൾ ആ രംഗത്ത് നിയമം പരിഷ്കരിച്ച് ഇത് വ്യക്തമായി അതിൽ വ്യവസ്ഥയും ഒരാളെ തെരുവിലിറക്കി വിട്ട് ജപ്തി ചെയ്യുന്ന നടപടി. അതേസമയത്ത് ജപ്തി വേണ്ടെന്നല്ല, മറിച്ച് ഏതെങ്കിലും തരത്തിലൊരു വീട് ജപ്തി ചെയ്യേണ്ടി വന്നാൽ ആ വീട് താമസിക്കുന്നയാളിന് പ്രത്യേകമായ അക്കോമഡേഷൻ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ടേ ജപ്തി ചെയ്യാവുള്ളൂ. അതായത് ബാങ്കിന് അവകാശവും താമസിക്കാനുള്ള അവകാശം ഒരു വാടകക്കാരനായി വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, അങ്ങനെയാണോ? യെസ്. അല്ല, അവർക്ക് വാടക കൊടുക്കാതെ തന്നെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഉറപ്പാക്കിയിരിക്കണം. ശരി. അതിനുള്ളൊരു നിയമനിർമ്മാണം നടത്തും, ആ രീതിയിൽ നിയമം നിർമ്മിക്കും എന്നുള്ളതാണ് അല്ലേ മന്ത്രി? ശരി. ഉണ്ണി എന്ന പ്രേക്ഷകനുണ്ട്. ഉണ്ണി മിനിസ്റ്ററോട് ചോദിക്കാം. അത് തന്നെ ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബഹുമാനപ്പെട്ട സാർ, നമ്മുടെ സംസ്ഥാനത്തെ SC/ST സംഘങ്ങളിൽ 70% സംഘങ്ങളും പ്രവർത്തനരഹിതമാണ്. ഇത്തരം സംഘങ്ങളെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുമോ? അതോടൊപ്പം തന്നെ ഒട്ടനവധി സംഘങ്ങൾക്ക് സ്വന്തമായി കെട്ടിടവും അനുബന്ധ സാമഗ്രിയും ഉള്ളവയാണ്. ഇവയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അങ്ങ് സൂചിപ്പിച്ച ഈ കാര്യത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ SC/ST സഹകരണ സംഘങ്ങളെല്ലാം പുനർജനിപ്പിക്കാൻ വേണ്ടി സഹകരണ വകുപ്പ് ഇടപെടുന്നും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്നും ആ തരത്തിൽ പ്രവർത്തന സജ്ജമാക്കുമെന്നും വളരെ വ്യക്തമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സഹകരണ വകുപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അത് നടപ്പാക്കും. എറണാകുളത്ത് നിന്ന് ശ്രീജ എന്ന പ്രേക്ഷകയുണ്ട്. ശ്രീജ, കേൾക്കാമെന്ന് കരുതുന്നു. സാറ് ഞാന് ഇവിടുന്ന് എറണാകുളം വാടത്തിരിന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് ഗവൺമെന്റ് പട്ടയെന്ന് 3 സെന്റ് സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ കിട്ടി ഞങ്ങള് വീട് പണിയാൻ വേണ്ടി സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുത്തായിരുന്നു. ഹലോ സാറ് കേൾക്കണ്ട? അപ്പൊ ലോൺ എടുത്ത് ഇതേപോലെ വീട് വെച്ചിട്ട് ഇപ്പൊ 2 വർഷം ആയുള്ളൂ. കഴിഞ്ഞ ഇന്നലെ കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് അടക്കാൻ പറ്റാൻ വന്നിട്ട് പിന്നെ പലിശ കുറച്ച് തരുമെന്നിട്ട് പലിശയൊന്നും കുറച്ച് ഞങ്ങൾ കൂട്ടുപലിശയൊക്കെ മേടിച്ച് ഞങ്ങളത് അടച്ച് തീർന്നു വേണ്ടിയിട്ട് സാറേ. ഇപ്പൊ രണ്ടാമതും ഞങ്ങൾക്ക് ഇപ്പൊ ഇതിങ്ങനെ വന്നോടെ ഞങ്ങൾ കൂലിപ്പണിയുടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്താ കൂട്ടുപലിശ എന്നാൽ കുറച്ചു തരാനുള്ള ഒരു ഇത് സാറ് ചെയ്താണ് സാറേ. ഇക്കാര്യത്തിൽ ഓരോ സമയത്തും വൺ ടൈം സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ് സഹകരണ വകുപ്പ് ഒരു നിലപാട് സ്വീകരിക്കാറുണ്ട്. എന്നുവെച്ചാൽ കുടിശ്ശികക്കാർക്ക് അടയ്ക്കാനുള്ള ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷം. അപ്പോൾ പൂർണ്ണമായി പീനൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കി അല്ലെങ്കിൽ കൂട്ടുപലിശ ഒഴിവാക്കിയും ആവശ്യമെങ്കിൽ ഇൻട്രസ്റ്റിൽ ഒരു ചെറിയ ഭാഗം കൂടി ഒഴിവാക്കിയും ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് അടയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് വൺ ടൈം സെറ്റിലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ഈ വർഷത്തെ ആ സമയം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് അപേക്ഷ കൊടുത്താൽ ആ കാര്യത്തിൽ ബന്ധപ്പെട്ട സംഘം
നിങ്ങൾക്ക് പീനൽ ഇൻട്രസ്റ്റ് പൂർണ്ണമായി ഒഴിവാക്കി തരും. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിൽ ഏതെങ്കിലും കുറയ്ക്കാൻ കഴിയുമെന്ന് ആ സംഘത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യാനും തയ്യാറാവും. ശരി മിനിസ്റ്റർ. കാവാളത്ത് നിന്ന് സാബു ചേരുന്നുണ്ട്. സാബു, ചോദിക്കാം മന്ത്രിയോട്. സാറേ, ഞങ്ങൾക്ക് കാർഷിക സ്വർണ്ണപ്പണയം ഉണ്ടായിരുന്നു 7% കിട്ടിക്കൊണ്ടിരുന്ന കേരള ബാങ്കിൽ നിന്ന്. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. 7% കിട്ടിക്കൊണ്ടിരുന്നു. അത് കഴിയുമ്പോഴത്തേന് 3% പലിശ സബ്സിഡി കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് കിട്ടുന്നില്ല. അതിനെന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ? ഏത് ബാങ്കിൽ നിന്നാണ് എടുത്തത്? എന്തോ? ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത്? നേരത്തെ ജില്ലാ ഏത് ബാങ്കിൽ നിങ്ങൾ വായ്പ എടുത്തത്? നേരത്തെ ജില്ലാ സഹകരണ ബാങ്കായിരുന്നു, ഇപ്പൊ അത് കേരള ബാങ്കായി. അപ്പോൾ കേരള ബാങ്കിൽ നിങ്ങൾ ഹൗസിംഗ് ലോണായിട്ടാണോ അതോ കാർഷിക വായ്പയായിട്ടാണോ ഏത് തരം വായ്പയായിട്ടാണ് എടുത്തിരിക്കുന്നതും കൂടി അറിഞ്ഞെങ്കിലേ അത് സംബന്ധിച്ച് എന്തെങ്കിലും. കാർഷിക വായ്പയാണ് മിനിസ്റ്റർ, കാർഷിക വായ്പയാണ്. കാർഷിക സ്വർണ്ണപ്പണയോ? കാർഷിക സ്വർണ്ണപ്പണയം. നിങ്ങളത് ശരി. കാർഷിക സ്വർണ്ണപ്പണയമാണെങ്കിൽ അതിന് ലഭ്യമാവേണ്ട പലിശ സബ്സിഡി കിട്ടേണ്ടതാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ അതെന്താണെന്ന് അപേക്ഷ തന്നാൽ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം. ശരി. തൃശ്ശൂരിൽ നിന്ന് ബിനു കൂടി ചേരുന്നു. ബിനു, ചോദിക്കാം. ചോദിച്ചോളൂ. സാറ് കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സാറ്, ഞാൻ തൃശ്ശൂര് പറഞ്ഞോളൂ. അപ്പോ എന്താണെന്നുണ്ടെങ്കിൽ എന്നെ ചാലക്കുടിയിലേക്ക് മാറ്റിയേക്കാണ്. എനിക്കിപ്പോ 52 വയസ്സ് കഴിഞ്ഞു. ആരാണെന്ന് മനസ്സിലായില്ല. ജീവനക്കാരനാണോ? ഏതാ? ജീവനക്കാരനാണോ? അതെ, ജീവനക്കാരനാണ്. എവിടെ, ഏത് ബാങ്കിലാണ്? രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. ശരി. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്താണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് ഒരുപാട് ഓഫീസുകളിൽ വേക്കൻസി കിടക്കുന്നുണ്ട് ഇപ്പോ. അപ്പൊ എന്തോ മാറ്റി കിട്ടിയിരുന്നെങ്കിൽ വളരെയധികം സൗകര്യമായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ ഞാൻ ഒരു യൂണിയൻകാരനാണ്. ശരി, ഇതൊരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ആണ് മിനിസ്റ്റർ. അതിന്റെ പ്രോപ്പർ ചാനലിൽ പോകേണ്ട കാര്യമാണ്. നമ്മുടെ ഇതുപോലൊരു പരിപാടിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിലും മിനിസ്റ്റർക്ക് മറുപടി പറയാം. അല്ല, അങ്ങയുടെ വിഷമം കാണിച്ച് അത് ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന് മുഖാന്തരം അപേക്ഷ കൊടുക്കുക. നിശ്ചയമായും അത്തരം കേസിലൊക്കെ കമ്പാഷനേറ്റീവ് ഗ്രൗണ്ടിൽ പരിഗണിക്കേണ്ടതാണെങ്കിൽ അത് പരിഗണിച്ചിരിക്കും. അപേക്ഷ കൊടുക്കുക കേട്ടോ. ശരി, ബിനു, ആ രീതിയിൽ അപേക്ഷ കൊടുത്ത് മുന്നോട്ട് പോകൂ. ചിലപ്പോൾ നടന്നേക്കും. ഏതായാലും നമുക്ക് മിനിസ്റ്റർ ടെലിഫോൺ ലൈനിലുണ്ട്. നിരവധിയായ പ്രേക്ഷകർ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റ് വകുപ്പുകളിലേക്കും ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ വകുപ്പുകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അവിടെയും ഡീറ്റലൈസേഷൻ അടക്കമുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയണം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.
എന്തിനാണ് വാർത്തകൾ പൊട്ടിത്തെറിക്കുന്നത്? സൗമ്യമായി പറഞ്ഞാൽ പോരെ കാര്യങ്ങൾ. വോട്ടിനെ കുറിച്ച് മാത്രമല്ല, അറിയണ്ടേ പാട്ടിനെ കുറിച്ചും. നമസ്കാരം. ന്യൂസ് 18 ഗുഡ് മോർണിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജാമ്യമോ കസ്റ്റഡിയോ? ട്രംപിനെ കുറിച്ച് മാത്രമല്ല, അറിയണ്ടേ വമ്പിനെ കുറിച്ച്. 100 കോടി വ്യൂസും കടന്ന യൂട്യൂബിൽ രാജ്യത്ത് ഇന്ധനമില്ല, ഐസലിൽ ഹൈദരാബാദ്. സകല വാർത്തകളും അറിഞ്ഞ് ഒരു ദിവസം തുടങ്ങാൻ 1.5 മണിക്കൂർ. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണിക്ക്. മനോഹരമായ നാട്ടിൻപുറത്തിന്റെ നനവുള്ള മണ്ണിന്റെ ഗന്ധമുള്ള പച്ചയായ ചൂടുള്ള മധുരമുള്ള സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. പ്രേക്ഷകർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0471661588. മീൻസ് ഒരിക്കൽ കൂടി നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. മറിയാമ്മ എന്ന കുമളിയിൽ നിന്നുണ്ട്. മറിയാമ്മയ്ക്ക് മിനിസ്റ്ററോട് സംശയം ചോദിക്കാനുണ്ട്. ചോദിക്കാം, കേൾക്കാമെങ്കിൽ ചോദിക്കാം. സാർ, ഞങ്ങൾ 2015 പട്ടയം വെച്ച് ലോൺ എടുത്തു. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഞങ്ങൾ 2015 പട്ടയം വെച്ച് ഒരു ഭവന വായ്പ എടുത്തിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. അപ്പൊ ഞങ്ങൾ 1 ലക്ഷം രൂപയോട് ഇപ്പൊ അടച്ചിട്ടുണ്ട്. ഇപ്പം നോട്ടീസ് വന്നിരിക്കുന്നത് ഞങ്ങൾ 1 ലക്ഷം രൂപയും കൂടി ഇനി അടയ്ക്കണമെന്ന്. അപ്പൊ ഞങ്ങൾ സാന്ത്വന സ്പർശത്തില് അപേക്ഷ കൊടുത്തിരുന്നു. ഹലോ, ചോദിച്ചോളൂ. അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വന്നു, ഇടുക്കി ജില്ലാ കലക്ടറുടെ മുമ്പിൽ നിങ്ങളുടെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് വന്നു. ഇനിയിപ്പം പിന്നെ ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പം ഞങ്ങൾ അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമായിരുന്നു. നിങ്ങൾക്ക് അവസാനം കിട്ടിയ നോട്ടീസ് അനുസരിച്ച് ചെല്ലേണ്ട ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ എത്തണം. നമ്മുടെ ഈ പലിശ കൂട്ടുപലിശ കൂട്ടി വന്നതാണോ അതോ അടയ്ക്കാൻ നമുക്ക് കൃത്യമായി ബാധ്യതയുള്ളതാണോ ഏതാണ് എന്നറിയില്ല. നിങ്ങളുടെ ഈ പലിശ കൂട്ടിയിരിക്കുന്നത് ഏത് ക്രമത്തിലാണെന്നും മനസ്സിലാക്കിയെങ്കിലേ അതിൻ്റെ പൂർണ്ണമായ രൂപ ഇവിടെ നിന്ന് പറയാൻ കഴിയുള്ളൂ. ഏതായാലും നിങ്ങളത് വായ്പ എടുത്ത ബാങ്കിൽ തന്നെ വീണ്ടും സമീപിച്ച് ഈ കാര്യത്തിൽ പലിശ എങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത്, മുതൽ എത്രയാണ് വരവ് വെച്ചിരിക്കുന്നത് എന്നൊന്ന് പോയി പരിശോധിച്ചതിന് ശേഷം ആ വിഷയത്തിൽ പരാതി തന്നാൽ ഞങ്ങൾ ഇടപെട്ട ആ കാര്യത്തിൽ പെശക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ചു തരാം. ഞങ്ങളെ അദാലത്തിന് വിളിക്കുവോ? അദാലത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും വിളിക്കും. ശരി ശരി മറിയാമ്മ. അരീക്കോട് നിന്ന് ഐഷ ചേരുന്നുണ്ട്. ഐഷ, ചോദിക്കാം മിനിസ്റ്ററോട്. ഹലോ, ചോദിച്ചോളൂ. ഞാൻ എന്റെ ബോഡി ഇൻഷൂർ ചെയ്തിരുന്നു ബാങ്കില്. 1 വർഷത്തിന് 12 രൂപ ഇൻഷൂർ ചെയ്തിരുന്നു, ബോഡി ഇൻഷൂർ. അതിന് ക്യാൻസൽ ആയി കിട്ടേണ്ടിയിരുന്നു. അതിനെന്താ ചെയ്യാ? എന്താ തിരിയുന്നില്ല, ഒന്നുകൂടെ പറയാം. ഐഷ പറഞ്ഞത് കൃത്യമായില്ല, ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഞാൻ എന്റെ ബോഡി ഇൻഷൂർ ചെയ്തിരുന്നു ബാങ്കിൽ നിന്ന്. ഇൻഷൂർ ചെയ്താല് 12 രൂപ 2 വർഷം. അല്ല, ഏത് ബാങ്കിലാണ് ഐഷ? ഗ്രാമീണ ബാങ്ക്. ഗ്രാമീണ ബാങ്കിൽ ഇൻഷുറൻസ് എടുത്തിരുന്നു. ആ, ശരി. 12 രൂപ കൊല്ലത്തിൽ ഒരിക്കൽ പോവുള്ളൂ. ശരി. അപ്പൊ അതെനിക്ക് വേണ്ടാന്ന് ക്യാൻസൽ ആക്കേണ്ടിയിരുന്നു. അതിനെന്താ ചെയ്യാ? ഗ്രാമീൺ ബാങ്ക് സഹകരണ വകുപ്പിന്റെ കീഴിൽ വരുന്നതല്ല. അത് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളിൽ അതിനാവശ്യമായ ഇടപെടൽ നടത്തണം. അത് ഞങ്ങളുടെ കയ്യിൽ പരാതി തന്നാൽ ഞങ്ങൾ അവരുടെ ശ്രദ്ധപ്പെടുത്താം. ശരി. പാലക്കാട്ട് നാരായണനും ഉണ്ട്. നാരായണൻ, ചോദിക്കാം മിനിസ്റ്ററോട്. ഞാൻ പാലക്കാട് ഒരു ചെറുകിട കർഷകൻ, പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ഒരു ചെറുകിട കർഷകനാണ് സാറ്. അപ്പോ ഞാനൊരു പലിശ രഹിത വായ്പ എലപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 1 ഏക്കർ 35 സെന്റ് ഭൂമിയുണ്ട് എനിക്ക്. അത് കാരണം ഒരു 54,000 രൂപ അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 3 വർഷമായി പാലക്കാട് വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് തിരിച്ചടയ്ക്കേണ്ട വർഷം പുതുക്കിക്കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരുന്നു. ഇപ്പോ ഒരാഴ്ചന്റെ മുമ്പിലാണ് ഇപ്രാവശ്യം പുതുക്കിയത്.
പുതുക്കുമ്പോൾ ഞാൻ ജാമ്യക്കാരനെയും കൊണ്ടുപോയി ബാങ്കിൽ പോയി ഒപ്പിട്ട് എല്ലാം കൊടുത്തു, ഒക്കെ പുതുക്കി ശരിയായി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന ശേഷം അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ച് പറയായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ഭൂമി കുറച്ച് കാണിച്ചു നിൽക്കുന്ന വില്ലേജ് ഓഫീസർ ആയത് കാരണം 14,000 റുപ്യ കൂടുതലാണ്, 14,000 റുപ്യ അടയ്ക്കണം, അല്ലെങ്കിൽ അതിന്റെ പലിശ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ മെയിൻ ബ്രാഞ്ച് തലപ്പുള്ളി ഹെഡ് ഓഫീസിൽ പോയി സെക്രട്ടറിനെ കൊണ്ട് ചോദിച്ചപ്പോൾ അവർ സ്റ്റാഫിനെ കൂട്ടി സംസാരിക്കുന്നില്ല, അത് നിങ്ങൾ അടയ്ക്കേണ്ട പൈസയല്ലേ, അത് അടയ്ക്കും, അത് എപ്പോഴായിരുന്നാലും അടയ്ക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നെല്ലിന്റെ പൈസ ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട്, ബാങ്കിൽ അക്കൗണ്ടിൽ പൈസയുണ്ട്, അപ്പോൾ ആ പൈസ എടുത്ത് അടച്ചോട്ടെ ചോദിച്ചു. അപ്പൊ സാറേ ഞാൻ ചുറ്റും കടം വാങ്ങിയിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പൈസ തന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം കൊടുക്കാതുകൊണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അത് നിങ്ങൾ ബാങ്കിൽ ഇപ്പോൾ ഈ പലിശ വായ്പ അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തോന്ന് ചെയ്തോളെ, അത് ഇല്ലെങ്കിൽ പലിശയാവും എന്ന് പറഞ്ഞു സാറേ. ശരി ശരി മിനിസ്റ്റർ മറുപടി. അത് വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്. അങ്ങ് അത് സംബന്ധിച്ചൊരു പരാതി തന്നാൽ അത് പരിശോധിച്ച് അങ്ങയുടെ ആവശ്യം എന്താണെന്ന് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താം. സൗഫിയ പാലക്കാട്ട് നിന്ന് തന്നെ. സൗഫിയ ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. അതെ, ഞാൻ പാലക്കാട് നിന്ന് സൗഫിയാണ് സംസാരിക്കുന്നത്. പിന്നെ എന്റെ മോള് ബ്ലൈൻഡ് ആണ്. ഞങ്ങളിവിടെ ഹലോ സൗഫിയ ടിവിയുടെ ശബ്ദം കുറച്ച് ചോദിച്ചോളൂ. അതെ, ഞാൻ ഫൗസിയാണ്, മലപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത്. ഞങ്ങള് പാലക്കാടുകാരാണ്. എന്താണ് പ്രശ്നം? എന്താണ് മോളുടെ കാര്യമാണോ? പ്രശ്നം മോളുടെ കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് വീടും സ്ഥലവും ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങള് വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ബേക്കറി ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത് ഉണ്ടാക്കാൻ സ്വന്തമായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ എന്തെങ്കിലും ഈട് നൽകണമല്ലോ. അതൊന്നും നൽകാനുള്ള ഇതില്ല ഞങ്ങളിപ്പോ സ്ഥിതി. അപ്പൊ ഞങ്ങൾ ലോണിന് പോയാലും എന്തെങ്കിലും പ്രോപ്പർട്ടി കാണിക്കാനാ പറയുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു വഴി ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. മിനിസ്റ്റർ ഇടപെടാൻ പറ്റുന്ന വിഷയമാണോ? എന്താ? മിനിസ്റ്ററോടാണ്. മിനിസ്റ്റർ മറുപടി പറയും. അത് നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. അല്ല ഈ ബാങ്കുകളിൽ, നമ്മുടെ സഹകരണ ബാങ്കുകളിൽ, ജില്ലാ ബാങ്കുകളിൽ നിന്നൊക്കെ കേരള ബാങ്ക് അടക്കമുള്ള ലോൺ എന്തെങ്കിലും നൽകാൻ പറ്റുമോ ചോദിക്കുകയാണ്. ഞാൻ പറയാൻ വരുന്നതൊന്ന് ശ്രദ്ധിക്കുക. അവരാദ്യമായി അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യുക. സ്ഥലവും കെട്ടിടവും ഇല്ലാത്തവർക്ക് സ്വന്തമായി സ്ഥലവും വീടും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്കീം ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആ പദ്ധതിയിൽപ്പെടുത്തി അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, സഹകരണ മേഖലയിൽ ഒരു ഹോം കെയർ പദ്ധതിയുണ്ട്. ഇതിനോടകം തന്നെ സഹകരണ മേഖല 2006 വീട് വെച്ച് പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് 500-ൽ പരം വീട് കൂടി കൊടുക്കാൻ കഴിയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓൺഗോയിങ് പ്രോജക്റ്റാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും സ്ഥലവും കെട്ടിടവും ഇല്ലാത്തവർക്ക് വേണ്ടി ഓരോ പ്രാദേശിക ബാങ്കിൻ്റെയും മേഖലയിൽ ഓരോ പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നൊരാശയം മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ഭാവിയിൽ നടപ്പാക്കുന്ന ഘട്ടത്തിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊടുത്തിട്ട് നടന്നില്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക സഹകരണ ബാങ്ക് മുഖാന്തരം ഇതിൻ്റെ അപേക്ഷ കൊടുക്കുക ഒരു ശ്രമം നമുക്ക് നടത്താവുന്നതാണ്, വീടുണ്ടാക്കി കൊടുക്കാൻ. ശരി. അനീസ് മലപ്പുറത്ത് എത്തും. അനീസ് ചോദിക്കാം മിനിസ്റ്ററോട്. അനീസ് കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ. സാറേ നമസ്കാരം. ഹലോ, ചോദിച്ചോളൂ, അതിന് കേൾക്കാം. നമസ്കാരം. അതായത് ഞങ്ങൾ ലോൺ എടുത്തിരുന്നു. അങ്ങനെ എന്റെ വാപ്പ മരിച്ചു, ലോൺ നിലനിൽക്കെ. അപ്പൊ ലോണ് ഞാൻ തിരിച്ചു വീട്ടി. അപ്പോ ഞങ്ങൾക്ക് അതിന്റെ ഇൻഷുറൻസ് വല്ലതും കിട്ടുമോ? സഹകരണ ബാങ്കിൽ നിന്നാണ് എടുത്തത്. ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ടെങ്കിലേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ട്. റിസ്ക് ഫണ്ട് വായ്പ എടുത്ത അടയ്ക്കാനുള്ള ആളുകൾ. അതെ, പിന്നെ ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ട്. അത് ലോൺ ഇരിക്കെ മരിച്ചത്. ഇൻഷുറൻസ് എടുത്താ പോരാ. ബാങ്കിന്റെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, നമ്മളെടുത്ത വായ്പ ഇൻഷുർ ചെയ്തിരുന്നോ? അതെ ചെയ്തിരുന്നു. എന്നിട്ട് ഇപ്പൊ സാറിന് പിന്നെ നിങ്ങളെ ഇൻഷുറൻസ് സഹകരണ ബാങ്ക് ഒക്കെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് പാസ്സായി വരാനേ. അപ്പൊ നിങ്ങൾ ബാങ്കിൽ ബന്ധപ്പെടുമ്പോ അവര് പറയണത് നേരാകും ശരിയാകും എന്നൊക്കെ പറയണത് എന്താന്ന് അറിയില്ല.
അതെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവിടെ നടന്നിട്ട് പരിഹരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി കൊടുക്കുക. ഒന്നുകിൽ ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് പരാതി അയക്കുക. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അതിൽ ഇടപെടും. ഇവരാരും പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് താഴേക്ക് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുക. ആയിക്കോട്ടെ. 4 ലക്ഷം രൂപ എടുത്തത് അത് ഞങ്ങൾ വീട്ടും ചെയ്തു. അത് ലോൺ ഇരിക്കെ വാപ്പ മരിച്ചു. ശരി, മിനിസ്റ്റർ ഇടപെടും. ഇത് ഈ പറഞ്ഞ രീതിയിൽ ചെയ്താട്ടോ, അല്ലെങ്കിൽ മിനിസ്റ്റർക്ക് ഒരു പരാതി കൊടുത്താൽ അദ്ദേഹം ഇടപെടും. അങ്ങനെ ഉറപ്പ് തന്നിട്ടുണ്ട് അദ്ദേഹം. നമുക്ക് ലിജോ എന്ന പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലിജോ, ചോദിക്കാം. സാർ നമസ്കാരം. ചോദിച്ചോളൂ, അദ്ദേഹം കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സാറേ, ഞാൻ ഇടുക്കിയിലാണ് വിളിക്കുന്നത്. സാർ, ഇവിടെ നമ്മളെ ഈ ലോക്ക്ഡൌൺ വന്ന പിന്നെ കാർഷിക മേഖല തൊഴിലാളികൾ പണിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഓട്ടോ തൊഴിലാളികള്, ബസ് തൊഴിലാളികള് എല്ലാവരും പട്ടിണിയിലും ദുരിതത്തിലുമാണ്. ഈ സഹകരണ ബാങ്കിനൊക്കെ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ബാങ്കിൽ നിന്നൊക്കെ വിളി വന്നുകൊണ്ടിരിക്കുന്നു ലോൺ എടുത്തിട്ട് അടയ്ക്കാനൊക്കെ. അതിതുവരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ വിളിച്ചായിരുന്നു. കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിൽ റിസർവ് ബാങ്കിൻ്റെ നയങ്ങൾക്ക് വിധേയമായി സംസ്ഥാന രജിസ്ട്രാറും സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ആ ആനുകൂല്യം നല്ല രൂപത്തിൽ കേരളത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ലോക്ക്ഡൗൺ പീരീഡിൽ റിസർവ് ബാങ്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചില്ല. ബാങ്കിങ് മേഖലയിൽ പൊതുവായി ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏതായിരുന്നാലും സഹകരണ മേഖലയിൽ ഉടനെ നടപടിയായിട്ട് ഓടി വന്ന് നിങ്ങളെ ജപ്തി ചെയ്യുമെന്ന് പേടി വേണ്ട. അവകാശം തരണമെന്ന് ആ ബാങ്കിൻ്റെ ഭരണസമിതിയോട് പറഞ്ഞാൽ തരാനുള്ള നിലപാട് അവർ സ്വീകരിക്കും. പൊതുവിൽ അത്തരം കാര്യങ്ങളോട് ഡിപ്പാർട്ട്മെൻറ്റിന് യോജിപ്പാണ്. ശരി. ജോളി കോന്നിയിൽ നിന്ന്. ജോളി, കേൾക്കാമല്ലോ അല്ലേ? ഹലോ, ചോദിച്ചോളൂ, മിനിസ്റ്ററോട് ചോദിച്ചോളൂ. ഹലോ സാറേ, ഞങ്ങളുടെ വീട്ടിൽ 3 പെൺമക്കളും ഞാനും ഹസ്ബൻഡും അടങ്ങുന്നു. ഞങ്ങൾക്ക് പിന്നെ ഹസ്ബൻഡിന് ബാർ തൊഴിലാളിയായിരുന്നു. ഇപ്പം ജോലിയൊന്നുമില്ല, വീട്ടിൽ ഇരിക്കുക. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു വരുമാനവും ഇല്ല. 5 സെന്റ് സ്ഥലം, ഒരു വീടുമാണ്. ഞങ്ങൾക്ക് വേറെ വരുമാനങ്ങളൊന്നുമില്ലതാണ്. പിന്നെ ഞങ്ങൾക്ക് ചെലവിന് പോലും ഇല്ല. അതിന് നമുക്ക് സഹകരണ സംഘത്തിൽ നിന്നോ എവിടുന്നേലും ഒരു ലോണോ ഒന്നും അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മള് പട്ടിണി കിടക്കാൻ പറ്റത്തില്ലല്ലോ സാറേ. നിങ്ങളവിടെ സ്ഥലത്തുള്ള നമ്മുടെ ജാഗ്രതാ സമിതികളുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ആനുകൂല്യം നൽകുന്ന ഏർപ്പാടുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ മുൻകൈയെടുത്ത് സഹായിക്കുന്ന സംവിധാനമുണ്ട്. സഹകരണ ബാങ്കുകളിൽ നിന്ന് ഇപ്പോൾ പല രൂപത്തിലുള്ള കിറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം നൽകി ഇങ്ങനെ വരുന്ന വിഷമിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്ന സംവിധാനമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല രൂപത്തിലുള്ള പ്രവർത്തനം ഇക്കാര്യത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വാർഡിലെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട്, ജാഗ്രതാ സമിതിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അറിയിക്കുക. ആ കാര്യത്തിൽ അവർ പരമാവധി സഹായങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരും. അത് കൃത്യമായി അറിയിക്കുക. ശരി മിനിസ്റ്റർ. അമ്പലപ്പുഴയിൽ നിന്നും ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, ചോദിക്കാം മന്ത്രിയോട്. സർ, അങ്ങേക്ക് ആലപ്പുഴ ജില്ലയുടെ എല്ലാ ആശംസകളും, വിപ്ലവാഭ്യങ്ങൾ. സർ, നമ്മുടെ ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റില് ഈ നമ്മളത് പുതുക്കുന്നതിനായിട്ട് ഒരു ഫൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മെമ്പർമാർക്കും 500 രൂപ വെച്ച്. അപ്പൊ അത് കഴിഞ്ഞ മാർച്ച് 31 അതിന്റെ ആ പീരീഡ് കഴിഞ്ഞായിരുന്നു. അതൊന്നുകൂടി ഈ കോവിഡിന്റെ കാലഘട്ടം വെച്ച് ഒന്നുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഒരു 2-3 ഈ കാർഷിക ഇവിടുത്തെ NGO സൊസൈറ്റിയും അതുപോലെ ഞങ്ങളുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ സൊസൈറ്റികൾക്കും ഒരു എക്സ്റ്റംഷൻ ലഭിച്ചേനെ. അപ്പൊ അതിനുവേണ്ടി ഒരു ഉത്തരവ് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അറിയാം. അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം. ഈ രജിസ്ട്രേഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റലൈസേഷൻ നടപ്പാക്കും, അത് ആധാരമെഴുത്തുകാരുടെ ജോലിയെ ബാധിക്കാതെ ആയിരിക്കും നടപടി എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഒരുപാട് നൂലാമാലകൾ ഈ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. കുറച്ചുകൂടി അത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നേരത്തെ പറഞ്ഞതുപോലെ സുതാര്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, ജനങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാനുള്ളൊരു വഴി അത് തുറക്കുമോ മിനിസ്റ്റർ? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? അതിനേതായിരുന്നാലും ഞങ്ങൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം, ഡിജിറ്റലൈസേഷൻ എങ്ങനെ നടപ്പാക്കാം, ആധാർ എഴുത്തുകാരുടെ ജോലി നഷ്ടപ്പെടാതെ അവരെ എങ്ങനെ സംരക്ഷിക്കാം, ഈ വിഷയങ്ങളെല്ലാം
അവരുടെ സംഘടനകളുമായും ഒപ്പം വകുപ്പ് മേധാവികളുമായി ചർച്ചയ്ക്ക് വേണ്ടി അസംബ്ലി കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഇപ്പോൾ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങൾ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. ശരി മിനിസ്റ്റർ. കൊയിലാണ്ടിയിൽ നിന്നും ലീല എന്ന പ്രേക്ഷകയുണ്ട്. ലീല, മിനിസ്റ്ററോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. ഞാൻ 18/6/2015 കോഴിക്കോട് സഹകരണ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ വീടിന് വേണ്ടിയിട്ട് എടുത്തിനു. അതിന് ഞാൻ 90 അടക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം 2 വർഷമായി, 1 വർഷമായി തീരെ അടയ്ക്കാതെ. അത് ഭർത്താവിന് മോക്കും സുഖമില്ലാണ്ട് വന്നിട്ട് ഭർത്താവിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ പണിക്കൊന്നും പോകാൻ പറ്റാതെയായി. അതുകൊണ്ട് എനിക്ക് അടയ്ക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ജപ്തി നോട്ടീസ് വന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു അദാലത്ത് വെച്ചിരുന്നു. അദാലത്ത് പോയപ്പോ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു 2 ലക്ഷം രൂപ അല്ലാതെ ഇങ്ങനെ അദാലത്ത് പങ്കെടുക്കാൻ കഴിയലാണ്. എന്നതിന് ശേഷം ഞാൻ കോഴിക്കോട് ഇതിന്റെ ഹെഡ് ഓഫീസിൽ പോയി അന്ന് സാറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ചെറിയോളെയും ഭർത്താവിന്റെയും എല്ലാ പേപ്പറും ഇതൊക്കെ വെച്ചിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ 29 ഇടയ്ക്ക് 1,80,400 രൂപ കൊണ്ടായി അടയ്ക്കണം. ഞാൻ പറഞ്ഞു സാറേ മെയ് 20 അതിന്റെ കൂടുതൽ വെച്ചിട്ടുണ്ട്, നാട്ടുകാരുടെ സഹായത്തിലാണ്. അത് തേപ്പ് എല്ലാം ഒന്നും കഴിച്ചിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ തേച്ച് ഒന്ന് കൂടുതൽ കഴിച്ചു തന്നിട്ട് കിട്ടുന്നത് കൊണ്ടുപോയി അടയ്ക്കാന്നുള്ള വിചാരിച്ചായിരുന്നു. അപ്പോ അതിന് സമയം തന്നിട്ടില്ല. ഇനി അതിന് വേണ്ടുന്ന എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരുമോ? ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ സാവകാശം വേണം എന്ന അഭ്യർത്ഥന വെക്കുക. ഒരപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ സാവകാശം തരും. ഒപ്പം നമുക്ക് വൺ ടൈം സെറ്റിൽമെൻറ്റിൽ അദാലത്ത് വെച്ച് കൃത്യമായി നിങ്ങളുടെ തുക തീരുമാനിച്ചു തന്നിട്ടുള്ളതാണെങ്കിൽ ആ കാര്യത്തിൽ പീനൽ ഇൻട്രസ്റ്റൊക്കെ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കിയിട്ടായിരിക്കും തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസുമായിട്ട് ഒന്നുകൂടി ബന്ധപ്പെടുക. അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ സഹകരണ മന്ത്രിക്കോ ഒക്കെ അപേക്ഷ തന്നാൽ എന്താണ് കാര്യമെന്ന് പരിശോധിച്ച് ആവശ്യമായ ഇടപെടൽ നടത്താം. ശരി. കൊല്ലത്ത് നിന്നാണ് ഒരു കോളുള്ളത്. അത് ശോഭിതയാണ്. ശോഭിത, ചോദിക്കാം മിനിസ്റ്ററോട്. ഹലോ സാർ. ചോദിച്ചോളൂ. സാറ് വേറെ. നമസ്കാരം. ചോദിച്ചോളൂ ശോഭിത. പറഞ്ഞോളൂ, കേൾക്കാം. നമസ്കാരം സാർ. ടിവിയുടെ ശബ്ദം കുറയ്ക്കൂ. എന്നിട്ട് ചോദിക്കൂ. ടിവിയുടെ ശബ്ദം കൂടി ചോദിക്കൂ. എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചു. സമയമില്ല, അതുകൊണ്ടാണ്. സാർ, എന്റെ ഹസ്ബൻഡ് 4 വർഷമായിട്ട് രോഗശയ്യയില് കിടപ്പിലാണ്. എനിക്കാണെങ്കിൽ വീടും വസ്തുവും ഒന്നുമില്ല. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ അപേക്ഷയിലൊന്നും ഞങ്ങളൊരു പേരിൽ ലിസ്റ്റ് പോലും വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ കിടക്കാനൊരു ഇടമില്ല സാർ. അമ്മയുടെ കൂടെയാണ് ഞാൻ കിടക്കുന്ന. ഒരു പൊളിഞ്ഞൊടിഞ്ഞ വീട്ടിലാണ്. പല രീതിയിൽ അപേക്ഷകൾ കൊടുത്തിട്ടും ഒരു നിയമ നടപടി എനിക്കുണ്ടായില്ല. ഒരു 3 സെന്റ് അതിനകത്തൊരു മാടവും എനിക്ക് തരണം സാർ. നടക്കാൻ വയ്യ. 4 വർഷമായിട്ട് കിടപ്പിലാണ് എന്റെ ഭർത്താവ്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പലരുടെയും സഹായത്തിലാണ് എന്റെ ഭർത്താവിന് ഭക്ഷണവും മരുന്നും ഞാൻ കൊടുക്കുന്നത്. മിനിസ്റ്റർ, നിങ്ങളുടെ വിഷമകരമായ സാഹചര്യം കൃത്യമായി അവിടുത്തെ ജനപ്രതിനിധികളെ ഒന്ന് ബോധ്യപ്പെടുത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീടും സ്ഥലവും നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിലുൾപ്പെടുത്തി നിങ്ങൾക്ക് വീട് നിർമ്മിച്ചു തരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ ഞങ്ങൾക്ക് കോപ്പി അയച്ചു തന്നാൽ ഞങ്ങളും കൂടി ഇടപെടാം. അതോടൊപ്പം സ്ഥലത്തെ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയെയും സ്ഥല MLAയും നിങ്ങൾ അറിയിക്കുക വിവരം. അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങളുടെ വിഷമകരമായ ഈ സാഹചര്യത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന സ്ഥിതി ഈ ഗവൺമെൻറ് എന്തായിരുന്നാലും ഉള്ളിടത്തോളം കാലം നടപ്പാക്കി തരാൻ ശ്രമിക്കും. അതിനുള്ള ഇടപെടൽ നടത്താം. ശരി മിനിസ്റ്റർ, നമുക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രേക്ഷകർക്ക് ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്. നമുക്കത് അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം മിനിസ്റ്റർ. മിനിസ്റ്റർ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള റാപ്പോ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ഈ സഹകരണ ബാങ്കുകളുടെ കാര്യത്തിലൊക്കെ.
അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ബന്ധം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കാൻ, കൂടുതലായി ഈ സ്ഥാപനങ്ങൾ, ഈ ബാങ്കുകളെ ആശ്രയിക്കാൻ, അങ്ങനെ ആ തരത്തിലുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾ സൂചിപ്പിച്ച ആ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സഹകരണ സ്ഥാപനങ്ങൾ പ്രാദേശികമായിട്ടുള്ളതും തമ്മിൽ നല്ല ബന്ധം സ്ഥാപിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബാങ്കറായി പ്രാദേശിക സഹകരണ ബാങ്കുകളെ മാറ്റിത്തീർക്കാനുള്ള നയങ്ങൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൃത്യമായി സമീപകാല ഭാവിയിൽ നടപ്പാക്കും. ജോർജ് എന്ന പ്രേക്ഷകൻ പത്തനാപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ജോർജ്, മിനിസ്റ്ററോട് ചോദിക്കാം. ഹലോ സാർ. ചോദിച്ചോളൂ. ഹലോ സാർ, ഞാനൊരു ലോട്ടറി ചെറിയൊരു ലോട്ടറി ഏജൻസിയാണ്. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഞാനൊരു ലോട്ടറി തൊഴിലാളിയാണ്. കാരണം ഈ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ലോട്ടറിയുടെ വരുമാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ജോലിക്കൊന്നും വയ്യ. ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ്. അപ്പം മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് ഈ ഏജൻസിയൊക്കെ ഉള്ളത് ഈ നമ്മുടെ ക്ഷേമനിധിയൊക്കെ ഉള്ളതാണ്. മനസ്സിലായി. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയമാണ്. ആ വിഷയം ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ശരി. കോട്ടയത്ത് നിന്നും ഉഷ എന്ന പ്രേക്ഷകയുമുണ്ട്. ഉഷ, ചോദിക്കാം മിനിസ്റ്ററോട്. സാറേ, ഞാൻ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുത്തില്ല. അതൊരു പുതിയതായിട്ടൊരു ലോൺ ഉണ്ട്. അതിപ്പോൾ 5 ലക്ഷം രൂപ 15 വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ. അപ്പം അതൊന്ന് പുനരാരംഭിക്കുമായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഉപകാരമായിരുന്നു സാർ. എന്നാ വെച്ചാൽ നമ്മൾ മീനച്ചിൽ സഹകരണ ബാങ്കിൽ ഒരു 3 ലക്ഷം രൂപ നമ്മൾ കഴിഞ്ഞ വർഷം നടക്കുമ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൌണും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയത് നമുക്കൊരു 4-5 മാസം ഒരു പെൻഡിങ് കിടപ്പുണ്ട്. നമുക്ക് അടയ്ക്കാൻ ഇപ്പം പറ്റുന്നില്ലാതെ കിടക്കും. അതപ്പോൾ ഈ ലോണൊന്ന് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയും തരത്തില്ല ആ ലോണൊന്ന് അടച്ചിട്ട് നമുക്ക് ഈ 5 ലക്ഷം, നമുക്കൊരു വീടില്ല, അപ്പം നമുക്കൊരു വീട് വെക്കാനായിട്ടായിരുന്നു സാറേ. ഞങ്ങൾക്ക് അതിനുള്ള കഴിവ്, ചേട്ടനൊരു കൂലിപ്പണിക്കാരനാ. അപ്പൊ ഈ പൈസ നമുക്ക് ശരിയാകുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പൈസ വീട് വെക്കാനായിരുന്നു സാറേ. ഈ ഗ്രാമീൺ ബാങ്കിലെ ലോൺ ആ പൈസ ലോണൊന്ന് ശരിയാകുമായിരുന്നെങ്കിൽ ഗ്രാമീൺ ബാങ്കിന്റെ കാര്യം സഹകരണ വകുപ്പല്ല കൈകാര്യം ചെയ്യുന്നത്. സഹകരണ മേഖലയിൽ വരുന്ന വായ്പാ ഏർപ്പാടുകൾ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടാം. അത് ചൂണ്ടിക്കാണിച്ചാൽ മതി. അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാം. ശരി. കുഞ്ഞു മുഹമ്മദ് മുക്കത്ത് നിന്ന്. കുഞ്ഞു മുഹമ്മദ്, ചോദിക്കാം. സാറേ, ചോദിച്ചോളൂ. സാറേ, ഞാൻ കുഞ്ഞുമുഹമ്മദാണ്. സാറേ, ഞാൻ വിളിക്കുന്നത് സാറിന് എന്റെ ഭാര്യയുടെ അനിയത്തിയെ കല്യാണം കഴിച്ച ആള് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. 10 ലക്ഷം ഉറുപ്പ്യ കേരള ബാങ്കിൽ നിന്ന് KDC ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുത്തിരുന്നു. അപ്പൊ ആ ലോൺ അടക്കാൻ വേണ്ടി ഇപ്പൊ പ്രത്യേക ഒരു നിവൃത്തിയില്ല, മറ്റൊരു കഴിവ് അവർക്കില്ലാണ്. അപ്പൊ മരിച്ച ആള് ലോൺ എടുത്ത പൈസ അടക്കാൻ യാതൊരു കഴിവില്ല. ഏതെങ്കിലും കോലത്തിൽ ഒരു ഇളവ് ചെയ്യാനോ ബാങ്കിന് സാധിക്കുമെങ്കിൽ സാറൊന്നും അതിന്റെ മറുപടി പറഞ്ഞാൽ തിരക്കെല്ലാം. അത് എടുത്തിരിക്കുന്ന വായ്പയ്ക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാങ്കിന് അതിന് പൂർണ്ണമായി റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയൂ. ഇത് എഴുതിത്തള്ളുന്ന സമ്പ്രദായം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വായ്പയുണ്ടെന്ന് വെച്ച് എഴുതിത്തള്ളുന്ന ഒരു നിലപാട് നിലവിലില്ല. അതേസമയത്ത് സഹകരണ ബാങ്കുകളിലാണെങ്കിൽ, പ്രാദേശിക സഹകരണ ബാങ്കിൽ റിസ്ക് ഫണ്ടെന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് ബാധകമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോഴത്തെ ബാധ്യതയുടെ ഉള്ളടക്കമെന്നും അതോടൊപ്പം തന്നെ അതിലെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യമൊക്കെ പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അത് സംബന്ധിച്ച് അപേക്ഷ കേരള ബാങ്കിൻ്റെ MDക്ക് നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ സ്ഥലത്തെ മാനേജർക്ക് കൊടുക്കുക. അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പറയാം. ശരി.
കൊല്ലത്ത് നിന്ന് ശിവപ്രിയയുമുണ്ട്. ശിവപ്രിയ, ചോദിക്കാം മിനിസ്റ്ററോട്. നമസ്കാരം സാറേ. ചോദിച്ചോളൂ. ഞാൻ 2018 സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തപ്പോ ഉണ്ടായിരുന്നു. എന്റെ ഭർത്താവിന് ഹാർട്ട് സംബന്ധമായ 2 ബ്ലോക്ക് എടുത്തന്നേരം അത് കടം തീർത്തത് പലിശയ്ക്ക് എടുത്ത. അങ്ങനെ 3 ലക്ഷം രൂപയുടെ ലോണായി എടുത്തത്. അത് പലിശയ്ക്ക് എന്തെങ്കിലും ഇളവ് ചെയ്ത് തരാൻ വേണ്ടി ഒന്ന് വിളിച്ചയാ. അത് വൺ ടൈം സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് OTS എന്ന് പറയുന്ന നയം സ്വീകരിക്കും ബാങ്കിങ് മേഖലയിൽ. ആ സമയത്ത് പീനൽ ഇൻട്രസ്റ്റിലൊരു ഭാഗമോ അതാത് ബാങ്കിന്റെ ഭരണസമിതിക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന രൂപത്തിലാണ് അത് എല്ലാ വർഷവും ആ സമയം അനൗൺസ് ചെയ്യുക. അത്തരം ഒരു സമയത്ത് ഈ വിഷയം നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പീനൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കി ആ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എന്ത് ഒഴിവാക്കിക്കൊണ്ട് തരാൻ കഴിയുമെന്ന് ആ ബാങ്കിന്റെ ഭരണസമിതി അത് ചർച്ച ചെയ്യും. നിങ്ങൾ അവിടെ അപേക്ഷ കൊടുക്കുക. ശരി ശിവപ്രിയ. തൃശ്ശൂരിൽ നിന്നും ചന്ദ്രമതി, ചോദിക്കാം ചന്ദ്രമതി. അതെ, എന്റെ ഭർത്താവ് രാജു ലോട്ടറിയാണ് വെക്കണത്. ഇപ്പോ 2 മക്കളുണ്ട്. അത് ക്ഷേമനിധിയില് പൈസ വരാറുണ്ട്, വന്നിട്ടില്ല. അതൊന്നും അതാണ്. ലോട്ടറി വിൽപ്പനക്കാരനാണല്ലേ? അദ്ദേഹം നേരത്തെ ഒരു കോൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ധനകാര്യ വകുപ്പിന് ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. സർക്കാർ ശ്രദ്ധയിലുണ്ട്, ഈ ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രശ്നങ്ങൾ സർക്കാർ ശ്രദ്ധയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തും. നേരത്തെ മറുപടി കൊടുത്തിരുന്നു ചന്ദ്രമതി. മീൻസ് നമ്മൾ ഈ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് പറയാതെ ഈ ചർച്ച ഈ പരിപാടി അവസാനിപ്പിക്കുന്നത് ശരിയല്ല. താങ്കൾ കാരണം ജനകീയമായി തന്നെ ഇടപെടാൻ പറ്റുന്നൊരു സ്ഥാപനമാണ്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ഓൺലൈൻ ഡെലിവറി അടക്കമുള്ള സംവിധാനങ്ങൾ അതിലേക്കൊക്കെ കടക്കുന്നുണ്ടോ? അങ്ങനെ ആലോചനയുണ്ടോ? ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് മുഖാന്തരം കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ ഡെലിവറികൾ ധാരാളമായി നടക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായി നമ്മുടെ വലിയ വെഹിക്കിൾ ഉപയോഗിച്ച് നിറയെ സാധനങ്ങളുമായി പോയി ഓരോ പ്രദേശത്തു നിന്നും വരുന്ന ഫോൺ കോൾ അനുസരിച്ച് ഹോം ഡെലിവറി നടത്തി വരുന്ന സമ്പ്രദായം തുടങ്ങിക്കഴിഞ്ഞു. 2, ഇപ്പോൾ സ്കൂൾ തുറവിയുടെ സമയത്താണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടികൾക്ക് നോട്ട് ബുക്കും പഠനോപകരണങ്ങളും ആവശ്യമായുള്ളത് സഹകരണ ബാങ്കുകൾ വഴി പ്രാദേശികമായി എത്തിച്ചു കൊടുത്ത് കുടുംബശ്രീ വഴി വീടുകളിൽ അത് എത്തിക്കാൻ വേണ്ടി നടപടി കഴിഞ്ഞ ആഴ്ച തുടക്കം കുറിച്ചു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അതേറെ ആശ്വാസകരമായ മറ്റൊരു ഇടപെടലാണ്. മറ്റൊന്ന്, നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും ആശ്വാസ പ്രവർത്തനങ്ങളിലും നല്ല ഇടപെടൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും പൾസ് ഓക്സിമീറ്റർ ധാരാളമായി വിപണിയിൽ 3000 രൂപ വരെ വില ഈടാക്കി സ്വകാര്യ ഏജൻസികൾ വിറ്റപ്പോൾ കൺസ്യൂമർ ഫെഡ് 850 രൂപയ്ക്ക് പൾസ് ഓക്സിമീറ്റർ സംഘടിപ്പിച്ച് എല്ലാ ജാഗ്രതാ സമിതികൾക്കും കൊടുക്കത്തക്ക രൂപത്തിൽ ഓരോ പഞ്ചായത്തിലും അതുപോലെ ഓരോ സഹകരണ ബാങ്കിലും എത്തിച്ചു കഴിഞ്ഞപ്പോൾ വിപണിയിൽ വലിയ രൂപത്തിൽ കൊള്ള അവസാനിച്ച് ആ രംഗത്ത് ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു. അതുപോലെ തന്നെ പരിശോധനയ്ക്ക് ആവശ്യമായ കിറ്റുകൾ, അതോടൊപ്പം തന്നെ പോഷകാഹാരങ്ങൾ, അതുപോലെ തന്നെ പലവ്യഞ്ജനം എല്ലാം എത്തിച്ചു കൊടുക്കുന്നൊരു പ്രക്രിയ ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് മുഖാന്തരം കോവിഡ് കാലഘട്ടത്ത് വ്യാപകമായി സംഘടിപ്പിച്ച് മുന്നോട്ട് വരുന്നു. ഇതേറെ ആശ്വാസകരമായ ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. നന്നായി, അത് പറയാനൊരു അവസരം കൂടിയായി. ശരി മിനിസ്റ്റർ, നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്, അതോടെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. വാണിമേൽ നിന്ന് ബാലൻ എന്ന പ്രേക്ഷകനാണ്. ബാലൻ, മിനിസ്റ്ററോട് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ ബാലൻ. വാണിമേൽ നിന്നാണ്. അപ്പൊ ഈ ലോണിനെ പറ്റി ചോദിക്കാണ്. സാറേ, ഈ വാണിമേലിൽ ലോണ് 1 ലക്ഷം രൂപക്ക് 4% പലിശയായിട്ട് ലോണ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് കിട്ടുന്നില്ല. 8%, 10%, 12% പലിശക്കാണ് ലോണ് വാങ്ങുന്നത്. അത് സാധാരണഗതിയിൽ സഹകരണ മേഖലയിലെ പലിശ നിരക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് അല്ല തീരുമാനിക്കുന്നത്. സംസ്ഥാനാടിസ്ഥാനത്തിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അത് സാധാരണഗതിയിൽ RBIയുടെ പലിശ നിരക്ക് പ്രഖ്യാപിച്ചു കഴിയുമ്പോഴാണ് ഈ കമ്മിറ്റി കൂടി അത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബാങ്ക് അങ്ങനെ കൂട്ടി കുറച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അനൗൺസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ ഓരോ ബാങ്കിനും വാങ്ങാൻ പറ്റൂ.
അതല്ലാതെ വാങ്ങുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പരാതിപ്പെട്ടാൽ നമുക്കത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. ഇതാണ് സൂചിപ്പിക്കാറ്. സമയക്കുറവുണ്ട് മിനിസ്റ്റർ, ഇടപെടുകയാണ്. താങ്കളുടെ വിലപ്പെട്ട 1 മണിക്കൂർ സമയം ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി. ഏതായാലും ഒരുപാട് പ്രേക്ഷകരുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടു, അല്ലെങ്കിൽ സംശയങ്ങൾ മാറി എന്ന് മനസ്സിലാക്കാം. താങ്കളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു.